ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിനും സഹകരണത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഖി ഇന്ത്യയിലെ ദാർശനിക ഗ്രന്ഥങ്ങൾ ഇറാനിൽ പഠിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന് 3000 വർഷത്തെ പഴക്കമുണ്ട്. ഇസ്ലാമിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇറാനിൽ ഉപയോഗിച്ചിരുന്നു. ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ മേഖലയിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ഇറാൻ പഠിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ഇന്ത്യയുമായുള്ള നല്ല ബന്ധത്തിനും സഹകരണത്തിനും എപ്പോഴും ഊന്നൽ നൽകുന്നുണ്ട്. ചംഖാർ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും മികച്ച രീതിയിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപരോധങ്ങൾ കാരണം ഇറാനിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ചിലർക്ക് ദേഷ്യമുണ്ടെന്നും സത്യമാണ്. എന്നാൽ ചിലർ ഈ സാഹചര്യത്തെ തങ്ങളുടെ ലക്ഷ്യങ്ങളാക്കി ചൂഷണം ചെയ്യുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയവും ശാന്തവുമാണ്. ഇറാനിലെ സാഹചര്യത്തെക്കുറിച്ച് 2 വശങ്ങളുണ്ട്. ഒന്ന് യാഥാർത്ഥ്യം, മറ്റൊന്ന് മാധ്യമങ്ങളും ശത്രുക്കളും ചേർന്നുണ്ടാക്കുന്ന ഭാവനകൾ. ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് വസ്തുതയാണ്. എന്നാൽ മാധ്യമങ്ങൾ അത് വല്ലാതെ പൊരിപ്പിച്ചു കാട്ടുകയാണ്. അബ്ദുൾ മജീദ് ഹക്കീം ഇലാഖി പറയുന്നു. രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മരണസംഖ്യ കൃത്യമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പ്രതിഷേധക്കാർ സാധാരണക്കാരെയും പോലീസുകാരെയും കച്ചവടക്കാരെയും ആക്രമിച്ചു. UK, US തുടങ്ങിയ രാജ്യങ്ങൾ ആസ്ഥാനമായുള്ള സംഘടനകൾ പുറത്തുവിടുന്ന മരണസംഖ്യകൾ തെറ്റാണെന്നും സർക്കാരിനെ മോശമായി ചിത്രീകരിക്കാൻ അവർ കണക്കുകൾ പൊരിപ്പിച്ചു കാണിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസാണ് ഇവരെ കൊല്ലപ്പെടുത്തിയതെന്ന വാദം ശരിയല്ല എന്നും അബ്ദുൾ മജീദ് ഹക്കീം ഇലാഖി പറയുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ഭീഷണികൾ ഇറാൻ പരിഭ്രാന്തരല്ല എന്നും ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഖി പറയുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് മായ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളിയാഴ്ച വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രസ്താവന പുതിയതല്ല. ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്, അബ്ദുൾ മജീദ് ഹക്കീം ഇലാഖി പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള സായിദ് അലി ഖമേനിയുടെ ഭരണത്തിന് അറുതി വരുത്തണമെന്ന് ഇറാനിൽ പുതിയ നേതൃത്വം വേണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം. മിഡിൽ ഈസ്റ്റിന്റെ സംഘർഷം കണക്കിലെടുത്ത് പെന്റഗൺ തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളെ മേഖലയ്ക്ക് വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തെ ഇലാഖി തള്ളിക്കളഞ്ഞു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഹറാമാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഫക്ത പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വൈദ്യചികിത്സ, ഊർജ്ജ ഉൽപാദനം, മാനുഷിക അവകാശങ്ങൾ എന്നിവയ്ക്കായി മാത്രമാണ് ഇറാൻ ആണവോർജ്ജം ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. മറ്റ് പല രാജ്യങ്ങളും ആണവശേഷി കൈവരിച്ചിട്ടും ഇറാന് നേരെ മാത്രം ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയുമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇലാഖി പറയുന്നു. സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും ബാധിക്കും. ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ച നടപടിയെ അദ്ദേഹം ന്യായീകരിച്ചു. വിദേശത്തുള്ള ഇറാന്റെ ശത്രുക്കൾ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയാണെന്നും അത് തടയാനാണ് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്നും അദ്ദേഹം പറയുന്നു. ലോക്കൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് ലോകത്തുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം വിമർശിച്ചു. ചില വൻ ശക്തി രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തത്തിൽ കൃത്യമായി നിറവേറ്റണമെന്നും എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.